രാത്രി തന്നെ നമ്മൾ കാവലൂർ ബസ്സിന് പോകണം. KP ബൈസ് വിട്ടിട്ടുണ്ട് നമ്മളപ്പം കാരണൂലും എന്തോനങ്ങോട്ട് പോണ്. സ്ഥലത്ത് അങ്ങോട്ട് എത്തി. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇവിടെ. സത്യം പറയണ ഞാൻ ചെറിയ പരിപാടിയാണ് വിചാരിച്ചേ. ഒരു ഭാഗത്താണ് ഗാനമേള നടക്കണേ. പാട്ടൊക്കെ കുഴപ്പമില്ല. നമ്മളേതായാലും ബാക്കി സ്ഥലങ്ങൾ ചുറ്റി കാണാൻ വേണ്ടി പോവാ. ചോട്ടാ ബീബിനാണ്ടപ്പോ സീബൂട്ടിന് കയറണത്രേ. നമ്മളെ സമ്മതിച്ചില്ല. എടാ എന്നാ കരച്ചിലാടാ അതിന്റെ മേലെന്ന്. നമ്മൾ കയറിയാലോന്നൊക്കെ വിചാരിച്ചു. ഒടുക്കത്തെ ഒച്ചമ്പൊളി. പിന്നെ മനസ്സിലായി സംഗതി കുറച്ച് ക്രിട്ടിക്കലാണ്. അതുകൊണ്ട് തന്നെ ആ റൈഡിന് കയറണ്ടെന്ന് വിചാരിച്ചു നമ്മള്. ഇതിന്റെ വീട്ടിൽ കുറച്ച് മണ്ണെണ്ണാർന്ന് അടിപൊളിയായിട്ട് കത്തും. അമ്മരി സ്പാർക്കിംഗ് അല്ലേ അതിനുള്ളിൽ. ഞങ്ങളെ കൂട്ടത്തിൽ 5 ആൾക്കാരുണ്ടായി. ഒരാളെ ഈ കൂട്ടത്തിൽ നിന്ന് മിസ്സായി. ഒരുപാട് സ്ഥലത്ത് കാണണ്ടേ. എടാ ഇവനാണല്ലേ നമ്മള് തരുന്ന ആള്. ചിക്കനൊക്കെ ഇൻവേർട്ടർ അല്ല ഇൻവേർട്ടർ അല്ലെ അത് ഏതായാലും ഇതൊക്കെ നമ്മളെ കണ്ടിഞ്ഞ് പോവാ. ഒരു റൈഡിൽ നമ്മൾ കയറിയിട്ടില്ല. പേരയില് പറയാതെയാണ് പോകുന്നത്. അതുകൊണ്ട് വീട്ടിക്ക് പെട്ടെന്ന് എത്തണം. ബിരിയാണി ചലഞ്ചൊക്കെ ഉണ്ട് അവിടെ. വെട്ടി വിങ്ങാൻ കഴിയുന്നൊക്കെ തട്ടി വിട്ടോളിയും കിട്ടും. എടാ ഇന്റെ അമ്മി വാപ്പില്ലത്. ഇവർ നമ്മളോട് പറയാതെ ഇങ്ങോട്ട് എത്തി. ആകെ അൺഎക്സ്പെക്ടഡ് ആയി പോയി ഗൈസ്. പോരാത്തിന് നമുക്ക് ആകെപ്പാടെ കുറച്ചിൽ വന്നിട്ട് ഓലോട് പറയാതെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ഓലാണെങ്കിൽ നമ്മളോട് പറയാതെ ഓലും ഇങ്ങോട്ട് പോകുന്നത്. ചേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ട് ലോജിക്കില്ലല്ലോ. ഏതായാലും നമ്മളിഞ്ഞി വീട്ടിക്കുക എന്ന് പറഞ്ഞ അമ്മനോട് നൈസായിട്ട് മിഞ്ഞി. ഈ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഒരു കഫയിലാണ്ട് കയറി 2 ചായ കൊണ്ട് ഓർഡർ ചെയ്ത് 5 ചായ. സോസിന്റെ പവർ കൊണ്ട് ഇത് 5ാമത്തെ കടക്കാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പേരൊക്കെ ഇങ്ങോട്ട് എടുത്ത് നല്ല മുളകൊക്കെ ഇങ്ങോട്ട് വരട്ടിയേക്കാണ്. ഒറ്റടിക്ക് തൊള്ളിക്കാണ് വെച്ച്. ശിവനെ ഇതേത് ജില്ല മനസ്സിന്റെ ചെവി കൂടെ എന്തൊക്കെ പോയ മാതിരി ഒടുക്കത്തേരു. KP ബൈക്ക് മുക്കി പറഞ്ഞത് ചെക്കന്റെ കഥ തീർന്ന്. വേഗത്തിലൊരു പീടി കയറിയാണ് 2-3 ഐസണ് വാങ്ങി തന്നു. അല്ല ഇപ്പോഴാണ് കുറച്ച് സമാധാനമായത്.